CPM നിയന്ത്രണത്തിലുള്ള ഹലാൽ ഫാദിയ ബാങ്കിനെതിരെ ആരോപണത്തിൽ വിശദീകരണവുമായി ഭരണസമിതി. ആരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിട്ടില്ലെന്നും പണം സ്വീകരിച്ചത് ഓഹരികളായാണെന്നും വിശദീകരണം. രേഖാമൂലം ആവശ്യപ്പെട്ടവർക്ക് ഓഹരി സംഖ്യ നൽകി. സെപ്റ്റംബറിൽ ഓഹരി ഉടമയുടെ യോഗം വിളിക്കുമെന്നും ഭരണസമിതി. മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, എന്തൊക്കെയാണ് പുതിയ ന്യായീകരണ വാദങ്ങൾ? ഹരിശ്രീ, കഴിഞ്ഞ ദിവസമാണ് CPM നിയന്ത്രണത്തിലുള്ള ഹലാൽ ഫായിദ ബാങ്ക് പൊളിഞ്ഞു എന്നുള്ള ആരോപണം വന്നത്. അതിൽ നിക്ഷേപകൻ തന്നെ പരാതിയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഒരു വിശദീകരണവുമായി CPM നേതൃത്വം തന്നെ രംഗത്ത് വന്നത്. അതിന്റെ ഭരണസമിതിയാണ് ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത്. ആരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിട്ടില്ല, പണം സ്വീകരിച്ചത് ഓഹരികളായിട്ടാണ്. ആകെ 6913 ഓഹരികളിൽ നിന്നായി 17,28,250 രൂപ സ്വരൂപിച്ചു. 6,65,338 രൂപ ഓഫീസ് സജ്ജമാക്കാൻ ചിലവായെന്നും ഇവർ ഈ കണക്ക് പുറത്തുവിട്ടുകൊണ്ട് പറയുന്നുണ്ട്. സെപ്റ്റംബറിൽ ഓഹരി ഉടമകളുടെ യോഗം വിളിക്കും. ആരോപണം ഉന്നയിച്ച ആളുകൾക്കൊക്കെ തന്നെ പൈസ കൊടുത്ത് ഈ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എന്നും ഈ ഒരു ന്യായീകരണത്തിൽ പറയുന്നുണ്ട്. ആര്യ, വ്യക്തമാണ്. CPM നിയന്ത്രണത്തിലുള്ള ഹലാൽ ഫായിദ ബാങ്കിനെതിരെയായ ആരോപണത്തിൽ വിശദീകരണവുമായി ഇപ്പോൾ ഭരണസമിതി രംഗത്ത് വന്നിരിക്കുകയാണ്. ആരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിട്ടില്ലെന്നും പണം സ്വീകരിച്ചത് ഓഹരികളായാണെന്നുമാണ് വിശദീകരണം. മിഥുൻ പിള്ളയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.